നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്ന ഒരു വിഷയത്തെ ആണ് നമ്മൾ ധ്യാനിച്ച് വരുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകൾ പഴയ നിയമ വേദഭാഗങ്ങളിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് അല്പമായിട്ടുള്ള ധ്യാനവും പഠനവും ദൈവത്തിന് നമുക്ക് നൽകുവാനിടയായി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ യഥാസ്ഥാനത്തിന് വേണ്ടി കരഞ്ഞതായ ഇരമ്യാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി. തന്റെ ജനത്തിന് ഒരു മടങ്ങി വരവ്, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആഗ്രഹം ആ ദൈവവൃത്യന് ഉണ്ടായി. എന്നാൽ നാം അറിയുന്നത് പോലെ വളരെ ദീർഘനാളുകൾ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ അടിമകളായി കഴിയേണ്ടി വന്നു എന്ന് വരികിലും അവർക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാകും എന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ ദൈവം ആ കാര്യം ദാനിയേൽ എന്ന ദൈവത്തിന്റെ ദാസന് ബോധ്യം വരുവാനും താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഇടയായതിന് ഉത്തരമായിട്ട് യസ്ര, നെഹമ്യാവ്, സെരുബാബേൽ, ഹഗ്ഗായി തുടങ്ങിയ ദൈവഭൃത്യന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരിൽ കൂടെ ഒരു യഥാസ്ഥാനത്വം ഇസ്രായേലിന് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞതായ ഒരു കാര്യമാണ്. ആ നിലയിൽ ഈ വിഷയത്തിന്റെ പഠനം ആരംഭിച്ച നാൾ മുതൽ ദൈവമാക്കിയ ഒരു സ്ഥാനമുണ്ട് ഇസ്രായേലിന്, അല്ലെങ്കിൽ ദൈവജനത്തിന്. അവർ ആ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ടാണ് മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്, അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു, ഒരു മടങ്ങിവരവ് അവർക്ക് ആവശ്യമാണ്, ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ആ സത്യങ്ങളാണ് നമുക്ക് ചുരുക്കമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഇനി നമ്മൾ ചില ക്ലാസ്സുകൾ കൂടെ ഈ വിഷയത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ വിഷയത്തെ പിന്നെയും കൂടുതൽ പ്രകാശനം ദൈവം തരുന്നു എന്നതുകൊണ്ട് നമുക്ക് ആ വിഷയവും കൂടെ ധ്യാനിക്കുവാനും പഠിക്കുവാനും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നാം അറിയുന്നത് പോലെ ഈ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. എബ്രായ വിശ്വാസികൾക്ക് യഥാസ്ഥാനത്വം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയ ദൈവസന്നിധിയിൽ കഴിക്കുന്നതായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ ഹൃദയത്തിൽ വെറുതെ ഒരു തോന്നലുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന ഒരു പ്രാർത്ഥന ആയിരുന്നില്ല. ആ എബ്രായയിലുള്ള, അല്ലെങ്കിൽ എബ്രായ സഭയിൽ എബ്രായ ഭാഷ സംസാരിക്കുന്ന ആ ജനത്തിന് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് താൻ വെറുതെ ഇരുന്നപ്പോൾ തോന്നി അങ്ങനെ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ആയിരുന്നില്ല. മറിച്ച് ഈ എബ്രായ ലേഖനം അതിന്റെ ഈ 13 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പുതിയ നിയമസഭ എന്നാണല്ലോ നമ്മെക്കുറിച്ച് പറയുന്നത്. നാം ദൈവത്തിന്റെ സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ മക്കൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആയിരുന്ന സമയത്ത് അവർക്ക് വേണ്ടി ദൈവദാസനായിരുന്ന പൗലോസ് കരഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ആ സഭയിൽ കാണേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കുകയും കാണാതിരിക്കേണ്ട കാര്യങ്ങൾ കാണുകയും ചെയ്തു. അതാണ് തന്നെ ഭാരപ്പെടുത്തിയതും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ താൻ തന്നെ തയ്യാറായതും. ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്റെ ഹൃദയത്തിൽ ചുമ്മാ ഒരു തോന്നലുണ്ടായി എന്നാ പ്രാർത്ഥിച്ചേക്കാം എന്ന പ്രാർത്ഥന ആയിരുന്നില്ല. മറിച്ച് നമുക്കറിയാം, ഓരോ ലേഖനങ്ങളും ദൈവം തന്റെ ദാസന്മാരിൽ കൂടെ എഴുതിപ്പിക്കുന്നതാണ്. അവർക്ക് തോന്നിയത് എഴുതുന്നതല്ല ഓരോ ലേഖനങ്ങളും.
ഓരോ ലേഖനങ്ങളും നമുക്കറിയാം, ഓരോ സഭയ്ക്കും ഓരോ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായത്, തിരുത്താൻ ആവശ്യമായത്, പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നത് എന്ന് വേണ്ട വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളെ ദൈവം അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുമ്പോൾ അത് രേഖപ്പെടുത്തിയതാണ് ലേഖനങ്ങളായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അന്ന് അത് എബ്രായ എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്ന ആ പ്രാദേശിക സഭയ്ക്കായിരുന്നെങ്കിൽ അത് പിന്നത്തേതിൽ നമുക്കറിയാം സാർവത്രികമായ സഭയ്ക്ക് ബാധകമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ആണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ എബ്രായ സ്ഥലത്തുള്ളതായ അല്ലെങ്കിൽ എബ്രായ ഭാഷ സംസാരിക്കുന്ന ആ സ്ഥലം സഭയെ ദൈവം നോക്കിയിട്ട്, ദൈവം ആ സഭയെ മനസ്സിലാക്കിയിട്ട് ആ സഭയെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു രേഖാചിത്രമാണ് വാസ്തവത്തിൽ ആർക്ക് നൽകിയത്? പൗലോസിന് ദൈവം കൊടുത്തത്. അതാണ് രേഖയാക്കി ദൈവത്തിന്റെ വചനമാക്കി ഏത് കാലത്തുമുള്ള ദൈവജനത്തിന് ഗ്രഹിക്കാൻ തക്കവണ്ണം, അനുസരിക്കാൻ തക്കവണ്ണം നമ്മുടെ കരങ്ങളിലും ദൈവം അത് തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. ഞാൻ എൻ്റെ ധ്യാനത്തിൽ വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവം, പിതാവായിരിക്കുന്ന ദൈവം തന്റെ ആട്ടിൻകൂട്ടത്തെ ഒന്ന് നോക്കി. അതാണല്ലോ സഭ. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ദൈവം ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദൈവം തന്റെ ആ തോട്ടത്തിലേക്ക്, അതാണ് സഭ, ആ തോട്ടത്തിലേക്ക് ദൈവം ഒന്ന് നോക്കുവാനിടയായി. തന്റെ ശരീരത്തിലേക്ക്, അതാണല്ലോ ക്രിസ്തു തലയായിരിക്കുന്ന, സഭ ശരീരമായിരിക്കുന്ന ആ ശരീരത്തിലേക്ക് പിതാവായിരിക്കുന്ന ദൈവം ഒന്ന് നോക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അങ്ങനെ നോക്കിയപ്പോൾ തന്റെ ആട്ടിൻകൂട്ടത്തിലേക്ക്, തന്റെ സഭയായിരിക്കുന്ന ആ തോട്ടത്തിലേക്ക്, തന്റെ സഭയായിരിക്കുന്ന ആ ശരീരത്തിലേക്ക്, ഒന്നുകൂടെ കടത്തി പറഞ്ഞ തന്റെ കുടുംബത്തിലേക്ക്, അങ്ങനെയും നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ കുടുംബമാണ് ദൈവത്തിന്റെ സഭ. ആ നിലയിൽ ദൈവം തന്റെ വീട്ടിലേക്ക് തന്നെ ഒന്ന് നോക്കിയപ്പോൾ എന്താണോ കണ്ടത് അതാണ് ലേഖനത്തിലൂടെ ദൈവം നൽകുവാൻ ഇടയായിട്ട് തീർന്നത്. എന്താണോ കണ്ടത്, അവർക്ക് എന്താണോ വേണ്ടത്, അവർ എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ് നമുക്ക് അവിടെ ഈ ലേഖനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ചിലപ്പോഴൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിലെ ട്രീറ്റ്മെന്റുകൾക്കും ചെക്കപ്പുകൾക്കും എല്ലാം വളരെ പണച്ചെലവ് ഉള്ളത് കൊണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് മിക്കവാറും പ്രവാസികളായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? മൊത്തത്തിലൊരു ചെക്കപ്പിന് വേണ്ടി അവർ വിധേയരാകും. അപ്പോൾ എന്തിനാണ് ആ ചെക്കപ്പ്? എന്തിനാണ് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ കുറിച്ചുള്ള ഒരു ടെസ്റ്റ് അവർ നടത്തുന്നത്? എങ്ങനെയുണ്ട് എന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെക്കപ്പാണ് അവർ നടത്തുന്നത്. അതിനുള്ളതായിരിക്കുന്ന രീതികളും സംവിധാനങ്ങളും ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ട്, നമുക്കതറിയാം. അപ്പോൾ ആ കുറവുകൾ കണ്ടെത്തി അവരതിനെ നിസ്സാരമായിട്ട് ആരും പോകയില്ല. മറിച്ച് എന്തിനാ ഇത് കണ്ടെത്തുന്നത്? അതിന് പരിഹാരം ഉണ്ടാകണം. പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് അവർ തിരികെ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ നമ്മെ കുറിച്ച് കാണുന്നത് അത് എന്താണ്? അതാണ് എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് ദൈവാത്മാവ് നൽകുന്നതായ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ കാണുന്നതായ ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഓടിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. എബ്രായ ലേഖനം തന്നെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇന്ന് അത് വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല, അടുത്ത ക്ലാസ്സുകളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവിടെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് നാം എപ്പോഴെങ്കിലും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ ആ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് അധികം ശ്രദ്ധ ആവശ്യമുണ്ട്. എന്തിനാ ശ്രദ്ധ വേണ്ടത്?
ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ കുറെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ടു ഗീവ് ദ മോർ ഏണസ്റ്റ് ഹീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതായിരിക്കുന്ന തിരുവെഴുത്തുകളെ മനസ്സിരുത്തി നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ കേട്ടതായിരിക്കുന്ന വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിരുത്തി പഠിക്കണം. നമ്മൾ നമ്മുടെ കുട്ടികളോട് അങ്ങനെ പറയാറുണ്ട്. പരീക്ഷയ്ക്കായിട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സ് ഇരുത്തി നിങ്ങളൊന്ന് പഠിക്കണം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറയുകയാണ്, നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. എന്തിനാണത്? യഥാസ്ഥാനത്വത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കേട്ടത് അധികം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്താ പറ്റാൻ പോകുന്നത്? നാം അവിടെ വായിക്കുന്നത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? കേട്ടതായ ദൈവത്തിന്റെ വചനം അധികം നമ്മൾ എന്ത് ചെയ്യണം? ഈ നാളുകളിൽ അത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, നാം കഴിഞ്ഞ നാളുകളിൽ കേട്ടത്, നാം യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: നീ കേട്ടിട്ടില്ലയോ, നീ അറിഞ്ഞിട്ടില്ലയോ, യഹോവ നിത്യദൈവം, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകൻ മുഖാന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? നീ കേട്ടിട്ടില്ലേ? ആരെ കുറിച്ച്? ഈ ദൈവത്തെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണ് കേട്ടത്? പ്രവാചകന്മാർ മുഖാന്തരം തന്റെ വചനം തന്നെ കുറിച്ചുള്ളത് വിശദീകരിച്ചത് നീ കേട്ടിട്ടില്ലേ? നീ എന്തിനാ സംശയിക്കുന്നത്? നീ എന്തിനാ ക്ഷീണിക്കുന്നത്? നീ എന്തിനാ തളരുന്നത്? നീ കേട്ടിട്ടില്ലേ ദൈവത്തെ കുറിച്ച്? ആ ദൈവത്തെ കുറിച്ച് എന്താ വായിക്കുന്നത്? അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല, അവൻ ബലമില്ലാത്തവന് ബലം നൽകുന്നവനാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നവനാണ്. നീ അത് കേട്ടിട്ടില്ലേ? ഇവിടെ എന്തിനാ പൗലോസ് മുഖാന്തരം ദൈവം സംസാരിച്ചത്? എബ്രായയിലുള്ളതായിരിക്കുന്ന ദൈവജനത്തോട്, എബ്രായ സഭയോട് എന്താ ദൈവത്തിന് അങ്ങനെ പറയാൻ കാരണം? എന്താ ദൈവം ഇന്ന് നമ്മോട് ഈ കാര്യം പറയുന്നത്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അത് വള്ളിക്കെങ്കിലുമോ പുള്ളിക്കെങ്കിലുമോ മാറ്റമില്ലാത്തതാണ്, അത് സത്യമാണ് എന്ന് നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്ത് ശ്രദ്ധയാണ് ഈ തിരുവെഴുത്തിന് നമ്മൾ കൊടുക്കുന്നത്? തിരുവെഴുത്ത് വായിക്കുന്നതിൽ ശ്രദ്ധയുണ്ടോ? തിരുവെഴുത്ത് കേൾക്കുന്നതിൽ ശ്രദ്ധയുണ്ടോ? തിരുവെഴുത്ത് അനുസരിക്കുന്നതിൽ ശ്രദ്ധയുണ്ടോ? അത് ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ പിഴവാണ് ഇന്നുള്ള നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. ആത്മീകമായ വളർച്ചയില്ലാത്തത്, ആത്മീകമായ അരാജകത്വമുള്ളത്, അലസത ജീവിതത്തിൽ വരുന്നത്, ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകാൻ കാരണം എന്താണ്? ഈ ശ്രദ്ധയില്ലായ്മയാണ്. ഞാനത് പിന്നാലെ ദൈവം അനുവദിക്കുന്നത് പോലെ നമുക്ക് വിശദീകരിക്കാം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കൺസിഡർ ചെയ്യുക എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ നിങ്ങളൊന്ന് പരിഗണിക്കണം, കൺസിഡർ ചെയ്യണം, അധികം ശ്രദ്ധയോടെ നോക്കണം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അതിന്റെ കാരണങ്ങളുണ്ട്. 1-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ആ യേശുവിനെ കുറിച്ച് പിതാവായിരിക്കുന്ന ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത ആരാണ് യേശു ക്രിസ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ലേഖനത്തിൽ നമ്മൾക്കത് കാണുവാൻ കഴിയും. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ ഇങ്ങനെ ക്ഷീണിക്കേണ്ട കാര്യമില്ല, തളർന്നു പോകേണ്ട കാര്യമില്ല, പിന്മാറിപ്പോകേണ്ട കാര്യമില്ല, നിങ്ങൾ വലയേണ്ട കാര്യമില്ല. യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അതും മതി നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുവാൻ. ആ ശ്രദ്ധക്കുറവ്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നതിലുള്ള പരാജയമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് എനിക്കും സംഭവിച്ചിട്ടുള്ളത്, നമുക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ യേശു നമുക്ക് കാണിച്ചു തന്ന ആ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പരാജയം. അതാണ് പരാജയം.
അവനിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ എന്ന് മാറിയോ അന്ന് മുതലാണ് പരാജയം. എന്തിനാ ഈ സഭയോട് ഇത്ര കാര്യമായി പറയുന്നത്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. ഇവർക്ക് യേശുവിനെ അറിഞ്ഞുകൂടെയോ? ഇവർ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരാണോ? ഇവർ യേശുവിനോട് പ്രാർത്ഥിക്കാത്തവരാണോ? യേശുവിന്റെ പാട്ട് പാടാത്തവരാണോ? അല്ല. പിന്നെയും എന്തുകൊണ്ടാ പറയുന്നത്? അവരുടെ ശ്രദ്ധയ്ക്ക് കുറവ് സംഭവിച്ചു. നമുക്കറിയാം, പത്രോസ് കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് കണ്ടപ്പോ അവനും ഒരു ആഗ്രഹം. എന്താ? ഞാനും വെള്ളത്തിന്റെ മീതെ ഒന്ന് നടന്നോട്ടെ, പോരെ മോനെ എന്ന് പറഞ്ഞു. യേശുവിങ്കിൽ നിന്നുള്ളതായ ശ്രദ്ധ അവന് ഏത് നിമിഷത്തിൽ മാറിയോ അടുത്ത സെക്കൻഡിൽ അവൻ എന്താ സംഭവിച്ചത് കാണും. നാം ഓർക്കണം, ഇത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം പല കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ എന്താ നമുക്കതിൽ തികഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? എന്റെ കർത്താവിനെ കുറിച്ച് പഠിച്ച് ഞാൻ തികഞ്ഞു, ഇനി എനിക്കൊന്നും അറിയണ്ട. പൗലോസിന്റെ വാക്കുകൾ ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ ഉള്ളത്? ഞാൻ അവനെ കുറിച്ചുള്ള അറിവ് എനിക്കൊന്നും ഇല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാവം നമുക്കെല്ലാം അറിയാമെന്നാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, യേശുവിനെ, അവനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, കൂടുതൽ കൺസിഡർ ചെയ്യണം, കൂടുതൽ അവനെ പരിഗണിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവനെ നമ്മൾ പരിഗണിച്ചാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും. അല്ല എന്ന് വരികിൽ നമ്മുടെ യാത്ര അപകടത്തിലേക്കാണ് എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നാം പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. എന്ത് ചെയ്യണം? അടുത്തതായിട്ട് ദൈവാത്മാവിന് പറയാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. ഹോൾഡ് ഫാസ്റ്റ്. ശക്തമായിട്ട് നിങ്ങൾ പിടിക്കണം. എന്താ പിടിച്ചുകൊള്ളേണ്ടത്? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും. അങ്ങനെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ തന്നെ അവന്റെ ഭവനമാകുന്നു. മോശ ദൈവ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, നിങ്ങൾ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. നാം അവന്റെ ഭവനമാണ്. യേശു ക്രിസ്തു വിശ്വസ്തതയോടുകൂടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ഭവനമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അവനിലുള്ള ആ പ്രത്യാശയെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന, നമ്മെ ക്ഷീണിപ്പിക്കുന്ന, വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നേരെ വന്നു എന്ന് വരാം. എന്നാൽ അവിടെ എന്ത് ചെയ്തു കൊള്ളണമെന്നാ പറഞ്ഞത്? അധികം ശ്രദ്ധയോടെ മുറുകെ നമ്മൾ പിടിക്കുവാൻ ആവശ്യമുണ്ട്. 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം അതാണ് അവിടെയും കാണുന്നുണ്ട്. ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. എന്താ അവിടെ വായിക്കുന്നത്? അവസാനത്തോളം ഉത്സാഹം. മുറുകെ പിടിക്കണം പ്രത്യാശ. ആ പ്രത്യാശ അവസാനത്തോളം എന്ത് ചെയ്യണം? അതിൽ ഉത്സാഹമുള്ളവരാകണം, അതിൽ കൂടുതൽ താല്പര്യമുള്ളവരാകണം. എന്തിന്? കർത്താവിനുള്ളതായ പ്രത്യാശയോടുകൂടിയ ജീവിതത്തിനായി എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. ഉത്സാഹം. നമ്മൾ പല കാര്യത്തിനും ഉത്സാഹമുള്ളവരാണ്, പലതിനും നമ്മൾ ഉത്സാഹമുള്ളവരാണ്. എന്നാൽ യഥാസ്ഥാനത്വം ആവശ്യമായി വരുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ടത് പ്രത്യാശയെ കുറിച്ചുള്ള ഉത്സാഹമാണ്. അത് നഷ്ടപ്പെട്ടാൽ, ആശ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയി, അല്ലേ? ആശ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നതുപോലെ പ്രത്യാശയിൽ നമ്മൾ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ താനെ പതുക്കെ പതുക്കെ വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. പ്രത്യാശ മുറുകെ പിടിക്കണം, പിന്നെന്ത് ചെയ്യണം? വിശ്വാസവും മുറുകെ പിടിക്കണം. അനേകർ വിശ്വാസം വിട്ട് ഉഴന്ന് നാനാ ദുഃഖങ്ങൾക്ക്
അധീനരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസം എന്നത് കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിച്ചതായ ആ കാലത്തിലേക്ക് നാളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ആദ്യ വിശ്വാസം നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഞാൻ ഇന്ന് ഓർത്ത കാര്യമുണ്ട്. പൊതുവിൽ ദൈവമക്കൾ വളരെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നാം ജീവിക്കുന്ന ഈ തലമുറ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഉണ്ടായാൽ ദൈവമില്ലാത്ത നിരീശ്വരവാദികളുടെ ഒരു വലിയ തലമുറയെയാണ് ഈ ലോകം കാത്തിരിക്കുന്നത്. ദൈവമില്ലാത്ത ഒരു തലമുറ, വിശ്വാസമില്ലാത്ത ഒരു തലമുറയാണ് ലോകം കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ ജോൺ കുര്യൻ അങ്കിൾ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ്: നാം പോകുന്നതായ ആ സ്വർഗത്തിൽ എന്റെ മക്കളെയും കാണുന്നില്ലെങ്കിൽ അത് എത്രയോ എത്രയോ വേദനാജനകമാണ്. ഞാനായിരിക്കുന്നതായ സ്വർഗത്തിൽ എന്റെ മക്കളും ഉണ്ടാകുന്നില്ലെങ്കിൽ അതെത്രയോ വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ വിശ്വാസ ത്യാഗം ഉണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസം ത്യജിക്കുന്നവര് ഉണ്ടാകരുത്. നമ്മുടെ സ്ഥലം സഭകളിൽ വിശ്വാസം ത്യജിക്കുന്നവര് ഉണ്ടാകരുത്. അത് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ എബ്രായ സഭ, അവരിലേക്ക് ദൈവം നോക്കിയപ്പോൾ കണ്ടു അവരെന്ത് ചെയ്യുന്നില്ല? ആദ്യ വിശ്വാസത്തിൽ അവർക്ക് കുറവുകൾ സംഭവിച്ചിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ എന്തിനും ഏതിനും ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരുന്ന ഈ ജനം ഇന്ന് അവരുടെ ആശ്രയവും അവരുടെ മുറുകെപ്പിടുത്തവും മറ്റ് പലരിലേക്കും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവം കണ്ടതായ കാര്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയത്. ഇതൊക്കെ നമ്മിലേക്കും നാം ഒന്ന് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. ഇനി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്താണ് അവിടെ കാണുന്നത്? സ്ഥിരതയില്ലാതെ ഓടുവാൻ സാധിക്കാതെ ഉള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ സഭ. ഓട്ടമൊന്നുമില്ല ഇപ്പോ. കാരണം എന്താ അവിടെ വായിച്ചത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. അതാണ് ഓട്ടത്തിന്റെ തടസ്സം. ജീവിത ഭാരം, ജീവിതത്തിലെ പാപം, ഇത് രണ്ടും മുഖാന്തരമായി ഓടുവാനായിട്ട് കഴിയുന്നില്ല. നാം വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താ? വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഓട്ടം തികയ്ക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചൊരു സ്ഥാനത്താക്കി വെച്ചത്. എന്നാൽ നമുക്ക് ഓടാൻ കഴിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഓടാനായിട്ട് കഴിയുന്നില്ല. യെശയ്യാപ്രവചനം 40-ന്റെ ഒടുവിലത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? തന്നെ കാത്തിരുന്നാൽ, തന്നെ ആശ്രയിച്ചാൽ അവരെന്ത് ചെയ്യണം? അവർ ഓടണം. ഓടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിട്ടുള്ളത്. ഓടുവാൻ കഴിയാത്തതിന്റെ കാരണം പാപമാണ്, ഭാരമാണ് എന്നതാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇവര് തളർന്ന് കുഴഞ്ഞ് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആത്മീകമായ അവസ്ഥയാണത്. ശരീരത്തിന് ക്ഷീണമുണ്ടായി എന്നല്ല, ആത്മീകമായി അവർ തളർന്നിരിക്കുന്നു, അവർ ക്ഷീണിച്ചിരിക്കുന്നു. അവരങ്ങനെ ഇരിക്കേണ്ടവർ അല്ല എന്നുള്ളതാണ് ദൈവാത്മാവിന് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്റെ കൂട്ടത്തെ, തന്റെ ആട്ടിൻകൂട്ടത്തെ, തന്റെ ശരീരത്തെ, തന്റെ ആ മുന്തിരിത്തോട്ടത്തെ നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ക്ഷീണത്തെയാണ്, അവരുടെ തളർച്ചയാണ്, അവരുടെ ശ്രദ്ധയില്ലായ്മയാണ്, അവരുടെ മുറുകപ്പിടുത്തമില്ലായ്മയാണ്, അവരുടെ പരാജയത്തെയാണ് ദൈവത്തിന് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം തന്റെ ദാസനായിരുന്ന പൗലോസിന് ആ കാര്യങ്ങളെ
പ്രകാശിപ്പിച്ച് നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായത്. എന്താണ് തന്റെ പ്രാർത്ഥന? എന്താണ്? നാം 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവൻ നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അതാണ് തന്റെ പ്രാർത്ഥന. താൻ പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തിന് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ്. കാരണം ദൈവം തന്റെ മക്കളെ നോക്കിയിട്ട് കണ്ടെത്തിയതായിരിക്കുന്ന ആ കുറവുകൾക്ക് എന്തുണ്ടാകണം? പരിഹാരം ഉണ്ടാകണം. നാം തുടക്കത്തിലെ ഈ ക്ലാസിന്റെ ആരംഭത്തിൽ പഠിച്ചതായ ആ വേദഭാഗത്തേക്ക് ഒന്നുകൂടെ പോകുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ യഥാസ്ഥാനപ്പെടുക എന്നുള്ളത് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ്. അത് ഒന്നുകൂടെ ഒരു ബ്രീഫായിട്ട് കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് എന്റെ മനസ്സിൽ വീണ്ടും ഒരു പ്രേരണ ഉണ്ടായി. കാരണം നമ്മൾ യഥാസ്ഥാനപ്പെടുക എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു എന്നാൽ വാസ്തവത്തിൽ എന്താണ് യഥാസ്ഥാനത്വം എന്ന് പറയുന്നത്? അതിന്റെ അന്ന് നമ്മൾ പല വാക്കുകളൊക്കെ കണ്ടു, പഠിച്ചു, ധ്യാനിച്ചു. ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യവും അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ പ്രാർത്ഥനയും എന്താണ്? ഈ ജനത്തിന് എന്തുണ്ടാകണം? യഥാസ്ഥാനത്വം ഉണ്ടാകണം. അതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരിലുള്ളതായിരിക്കുന്ന തളർച്ചയും പരാജയങ്ങളും നമ്മൾ കണ്ടതാണ്. ആ വാക്കിന്റെ അർത്ഥമായിട്ട് നമ്മൾ ഒന്നാമത് കണ്ടു, യഥാസ്ഥാനപ്പെടുക എന്നതിന് പല വാക്കുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു. അതിന്റെ ഒരു വാക്ക് എന്ന് പറയുന്നത് മേക്ക് യു പെർഫെക്റ്റ് എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ തികഞ്ഞവർ ആക്കുക. അപ്പോൾ ഒന്ന് ചിന്തിക്ക്, നമ്മൾ ഇന്ന് കണ്ടതായിരിക്കുന്ന ആ വേദഭാഗത്തോട് നാം ഒന്ന് തുലനം ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ആവശ്യമാണ്? തികഞ്ഞവർ ആകേണ്ടത് ആവശ്യമാണ്. കാരണം അവരിൽ എന്തുണ്ട്? ശ്രദ്ധക്കുറവുണ്ട്, നോട്ടക്കുറവുണ്ട്, പിടുത്തക്കുറവുണ്ട്, വിശ്വാസക്കുറവുണ്ട്. പല കാര്യങ്ങളിലും അവർക്ക് കുറവുകൾ സംഭവിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാകേണ്ടത്? അവർ തികഞ്ഞവർ ആകണം. മേക്ക് യു പെർഫെക്റ്റ്. നിങ്ങൾ അല്ല, നിങ്ങൾ യഥാസ്ഥാനത്വം ഉള്ളവരായി മാറണം. നാം അവിടെ ആ വാക്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എബ്രായ ലേഖനം 13-ന്റെ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം നിങ്ങളെ അങ്ങനെ ചെയ്യട്ടെ എന്നാണ്. ദൈവം നിങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇത് ആരാ ചെയ്യേണ്ടത്? തികഞ്ഞവനാക്കേണ്ടത് ആരാണ്? ദൈവമാണ്. നാം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ ഒടുവിലെ വാക്യത്തിൽ നമ്മൾ അത് കണ്ടതാണ്. ദൈവമേ, പണ്ടത്തെ പോലെ ഞങ്ങൾക്കൊരു നല്ല നാളുകളെ നീ തരണമേ, നീ ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ മടങ്ങി വന്നുകൊള്ളാം എന്നല്ല, നീ ഞങ്ങളെ എന്ത് ചെയ്യണം? മടക്കി വരുത്തണം. നമ്മെ കൊണ്ട് കഴിയില്ല, നമ്മെ കൊണ്ട് നമ്മെ തന്നെ തികഞ്ഞവരാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ തികഞ്ഞവരാകുവാൻ വേണ്ടി ദൈവം അതിന് സജ്ജമാകണം. ദൈവം ആ കാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്ന് കണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നാം ആരെ പോലെയാണ് തികഞ്ഞവരാകേണ്ടത്? കർത്താവിനെ പോലെ, അവനെ പോലെയാണ് നമ്മൾ തികയേണ്ടത്. അല്ലാതെ വേറെ ആരെയും അല്ല നമ്മൾ നോക്കേണ്ടത്. കർത്താവ് എത്രത്തോളം തികഞ്ഞവനായിരിക്കുന്നുവോ അത്രത്തോളം തികഞ്ഞവരായി നമ്മൾ മാറണം. എന്നാൽ മാത്രമേ ഇവിടെ വായിച്ചതുപോലെ അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണമുള്ളതായ യഥാസ്ഥാനത്വം ഉണ്ടാകുകയുള്ളൂ. യഥാസ്ഥാനപ്പെടുത്തുന്നത് അവന്റെ ഇഷ്ടം ചെയ്യാനാ. അപ്പോൾ ആ നിലയിൽ തികഞ്ഞവരായി മാറുവാൻ നമുക്ക് വളരെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ അന്ന് കണ്ട കാര്യമാണ്. അവന്റെ ആ തികവിലേക്ക് നമ്മൾ വരിക. രണ്ടാമത് നമ്മൾ ഒരു വാക്ക് കണ്ടത് എക്വിപ്പ് യു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടു ഫിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സജ്ജരാക്കുക, സന്നദ്ധരാക്കുക എന്നുള്ള ഒരർത്ഥമാണ്. നമ്മെ എന്ത് ചെയ്യണം? ദൈവം സജ്ജരാക്കണം.
നമ്മെ സന്നദ്ധരാക്കണം. എന്തിനാ സന്നദ്ധരാക്കുന്നത്? ഒരു പ്രത്യേകമായിരിക്കുന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അതിന് ധാരാളമായ ചിലവുകളുണ്ട്, ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ ഒരു വ്യക്തിയെ IPS കാരനോ IAS കാരനോ ആക്കുവാൻ വേണ്ടി എന്തുമാത്രം ചിലവാണ് ഈ കേരള ഗവൺമെന്റ് അതിനു വേണ്ടി ചിലവഴിക്കുന്നത്. വ്യക്തികൾ പഠിക്കുന്നുണ്ട് എന്നത് സത്യം, ഞാൻ അത് വിസ്മരിച്ചിട്ടല്ല. മറിച്ച് ഒരു വ്യക്തിയെ തങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ, ഭരണതലത്തിലേക്ക്, അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഓരോ ഗവൺമെന്റുകളും എന്തുമാത്രം അധ്വാനമാണ് അവര് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മോള് ലിഡിയ, അവളൊരു വിഷയത്തിന് വേണ്ടി, അവളൊരു കമ്പനിക്ക് അവളെ വേണം, ഇല്ലേ? ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു? ആ കമ്പനി അവളെ ഒരുക്കുകയായിരുന്നു. ടെസ്റ്റുകളുണ്ട്, പരീക്ഷകളുണ്ട്. പക്ഷേ എന്തിനായിരുന്നു അതെല്ലാം? ആ കമ്പനിക്ക് വേണ്ടി ഇവളെ ആവശ്യമുണ്ട്. അതിനു വേണ്ടി സജ്ജമാക്കുകയാണ്, ഒരുക്കുകയാണ്. അല്ലാതെ ഒരു തയ്യാറെടുപ്പും കൂടാതെ ഓടി അങ്ങ് ചെന്നിട്ട് ഈ ജോലി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് സാധ്യമല്ല. നമ്മൾ ഓർക്കും, ഞാനല്ലേ പഠിച്ചത്, ഞാനല്ലേ പണം മുടക്കിയത്, എത്രയോ പൈസ അതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചു. എന്നാൽ ഓർക്കുക, കോടാനുകോടികളായിരിക്കും ആ കമ്പനി ചെലവഴിച്ചിട്ടുള്ളത്. ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് കൊള്ളാകുന്നവർ അവിടേക്ക് വന്ന് ആ ജോലി തികക്കേണ്ടതിന് ആ കമ്പനി എത്രയോ മുതൽ മുടക്കിയിട്ടുണ്ട്. സഭയോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ദൈവം അനുവദിച്ചാൽ പിന്നത്തേത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ചിലവെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നോക്കുമ്പോൾ, അത് മനസ്സിലാക്കിയാൽ നാം സന്നദ്ധരാകും. നമ്മെ ദൈവം എക്വിപ്പ് ചെയ്യണം. നാം സന്നദ്ധരായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം. എന്നെ കുറിച്ച്, നമ്മെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഓരോരോ സ്ഥാനത്ത് ദൈവം നമ്മെ ആക്കി വെച്ചിട്ടുള്ളത്. ആ സ്ഥാനത്ത് നമ്മെ ഇരുത്തി നമ്മെ കൊണ്ട് വലിയൊരു ദൗത്യം ദൈവത്തിന് ചെയ്യാനുണ്ട്. ആ ദൗത്യം ദൈവം നമ്മെ കൊണ്ട് നിർവഹിക്കുവാൻ ഇടയാകുമാറാകട്ടെ. മൂന്നാമത്, ആ വാക്കിന് മറ്റൊരർത്ഥം നമ്മൾ കണ്ടത് റീസ്റ്റോർ എന്ന ഒരു വാക്കാണ്. അവിടെയും നമ്മൾ വായിക്കുന്നത് പുത്തനാക്കുക, വീണ്ടും കിട്ടുക, പരിഹരിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. പുത്തനാക്കി തീർക്കുക, പഴയത് അങ്ങ് മാറ്റുക. റീസ്റ്റോർ, വീണ്ടും കിട്ടുക. ഒരിക്കൽ നിങ്ങൾ എന്റേതായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ എന്റേത് അല്ല. ഇന്ന് നിങ്ങളെ എനിക്ക് കിട്ടുന്നില്ല. ഇന്ന് നിങ്ങളെ എന്റെ നാമത്തിന് വേണ്ടി കിട്ടുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എന്നെ കിട്ടണം. അതിനു വേണ്ടി നിങ്ങളെ എന്ത് ചെയ്യണം? നിങ്ങളെ വീണ്ടും എനിക്ക് ഒന്നുകൂടെ പുതുതാക്കണം. അന്ന് നാം കണ്ട ഒരു കാര്യമാണ് യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായത്തിൽ. അതിന്റെ ഒടുവിൽ വരുമ്പോൾ ആ കഴുകനെ കുറിച്ച്, കഴുകൻ, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആ പഴയതായിരിക്കുന്ന തൂവലുകൾ അതല്ല ഇനി ദൈവത്തിന് വേണ്ടത്. നീ ഇന്ന് ക്ഷീണിതയാണ്, തളർന്നിരിക്കുന്നവനാണ്. പക്ഷേ നിന്നെ കുറിച്ച് എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? നിന്നെ പണ്ടത്തെ നിലയിൽ പുതിയ ആ തൂവലുകൾ നിനക്ക് നൽകി നിന്നെ കരുത്തനാക്കണം, നിന്നെ ശക്തനാക്കണം, നിന്നെ പറക്കുമാറാക്കണം. ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കുന്നത് വേറെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് കരുതി നമ്മൾ ഇതിനെ നാം അവഗണിക്കുവാനായിട്ട് പാടുള്ളതല്ല. നാം ആ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ഈ കേൾക്കുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമുണ്ട്. നമ്മുടെ തൂവലുകൾക്ക് ശക്തി ലഭിച്ചിട്ട് നമ്മൾ ചിറകടിച്ച് പറക്കുവാൻ അത് കാരണമാണ്. അല്ല എന്ന് വരികിൽ നമ്മൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ പറ്റാത്ത നിലയിൽ ആയിത്തീരും. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ ഒന്ന് പുതുക്കണമേ, ഞങ്ങൾക്കൊരു പുതുക്കം ആവശ്യമാണ് എന്ന നിലയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി അടുത്തത് മറ്റൊരു വാക്ക്, അതേക്കുറിച്ച് നമ്മൾ കണ്ടത് മെൻഡിങ് എന്ന വാക്കാണ്. മെൻഡിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വല നന്നാക്കി എടുക്കുന്നതിനോട്
താരതമ്യപ്പെടുത്തിയാണ് ആ വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. വല നന്നാക്കുക, നന്നാക്കിയില്ലെങ്കിൽ അതിന്റെ ഉപയോഗം നടക്കില്ല, അല്ലേ? ഒരു വല ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തിരികെ വരുമ്പോൾ നോക്കുമ്പോൾ പല കണ്ണികളും പൊട്ടിയിട്ടുണ്ടാകാം, അത് വല കീറിയിട്ടുണ്ടാകാം, അതിൽ കരടുകൾ കയറിയിട്ടുണ്ടാകാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇരുന്ന് നന്നാക്കിയെടുക്കാതെ വീണ്ടും അതേ നിലയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത്, ഒരു ഫലവും അതിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തുണ്ടാണ്? നമ്മെ ഒന്ന് നന്നാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലെ ദൈവം എന്നെ ഉപയോഗിച്ചു, ഇന്നലെ എന്നെ ദൈവം വീശി, എന്നെ കൊണ്ട് മീനുകളെ ദൈവം പിടിച്ചെടുത്തു, സത്യമാണ്. പക്ഷെ ഇന്ന് ഈ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എന്ത് പ്രയോജനമാണ് എന്റെ നാഥന് കൊടുക്കുന്നത്? അവൻ എന്നെ കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചു, സത്യം. എന്നാൽ ഇന്ന് ദൈവത്തിനായി എന്ത് പ്രയോജനം നിന്നെ കൊണ്ട് ഉണ്ട് ദൈവത്തിന്? എന്നെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ദൈവത്തിനുള്ളത്? നമുക്ക് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവെ, എന്നെ ഒന്ന് നന്നാക്കി എടുക്കണം. എന്നിലുള്ളതായ പൊട്ടലുകൾ, എന്നിലുള്ളതായിരിക്കുന്ന കീറലുകൾ, എന്നിലുള്ളതായിരിക്കുന്ന കരടുകൾ, അതെല്ലാം ഒന്ന് മാറ്റി എന്നെ ഒന്ന് നന്നാക്കി എടുക്കുക കർത്താവെ എന്ന് പറയുമ്പോൾ മാത്രമേ യഥാസ്ഥാനത്വം അതിന്റെ പൂർണ്ണമായിരിക്കുന്ന തോതിൽ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു വാക്കുള്ളത് ബ്രോട്ട് അഗൈൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ മടക്കി വരുത്തണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനിപ്പോൾ അങ്ങ് ആക്കിയ സ്ഥാനത്ത് നിന്ന് വേറെ ഏതോ വഴിക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്. കർത്താവെ, എനിക്കൊരു മടങ്ങി വരവ് വേണം. ഞാൻ പലതിലും തെറ്റിപ്പോയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. തെറ്റിപ്പോയിട്ടുണ്ട് നമ്മൾ. പലതിലും നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവെ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. മറ്റൊരു വാക്ക് നമ്മൾ കണ്ടത്, യു ക്യാൻ ഡു വാട്ട് ഹി വാണ്ട്സ്. അവൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് ചെയ്യാനുള്ളതായ ഒരു സന്നദ്ധത. ഇന്ന് കർത്താവ് പറഞ്ഞത് വല്ലതും നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ കേൾക്കും, ഈ ചെവി കൊണ്ട് കേൾക്കും. എന്നാൽ നാം അറിയണം, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഹൃദയത്തിൽ അകത്ത ഒരു മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യൻ, ആ മനുഷ്യന്റെ കാത് തുറന്ന് ഈ കർത്താവ് പറയുന്നത് ചെയ്യാനുള്ളതായ ഒരുക്കം ആ മനസ്സ് നമുക്കുണ്ടോ? ഇവിടെ കേൾക്കുന്നുണ്ടോ? യോഗത്തിന് വരുന്നുണ്ടോ? ആരാധനയ്ക്ക് വരുന്നുണ്ടോ? പ്രസംഗം കേൾക്കുന്നുണ്ടോ? ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. അകത്തെ മനുഷ്യന്റെ കാത് തുറന്ന് ഈ സത്യങ്ങളെ കേട്ട് ഈ സത്യങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നാം യഥാസ്ഥാനത്വമില്ലാതെ ഈ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നതിന് കാരണമാകും. അങ്ങനെ ഉണ്ടാകരുത്. നമുക്ക് മടങ്ങി വരാം. കർത്താവെ, നീ പറയുന്നത് അനുസരിക്കാൻ ഞാനിതാ തയ്യാറാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ കേട്ടവരല്ലേ ദൈവവചനത്തെ കുറിച്ച്? നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണ്? സഭാബന്ധത്തിൽ ഉണ്ടാകേണ്ടത് എന്താണ്? കർത്താവിന്റെ വേലയിൽ ഉണ്ടാകേണ്ടത് എന്താണ്? നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരിക്കണം? ഇതെല്ലാം നമ്മൾ കേൾക്കുന്നവരാണ്. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നാം കണ്ടതുപോലെ ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് കണ്ട കാര്യമാണ്. വെറുതെ പറഞ്ഞു തരുന്നതല്ല. ഇന്നും ഈ വചനം നമ്മെ ദൈവം അത് ഓർമ്മപ്പെടുത്തി, അത് നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ വെറുതെ ദൈവം പറഞ്ഞതല്ല. ഇതൊരു നേരം പോക്ക് ആയിട്ട് നാം ഇവിടെ കൂടി വന്നതല്ല. ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് കേൾക്കാനാ നാം ഇവിടെ വന്നത്. ആ നിലയിൽ കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ തികഞ്ഞവനാക്കണമേ, എന്നെ ഒന്ന് സജ്ജമാക്കണമേ, എന്നെ ഒന്ന് നന്നാക്കിയെടുക്കണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. കർത്താവെ, എന്നെ അങ്ങ് പറയുന്നത് അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായാൽ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക്
ദൈവം ഉത്തരം നൽകിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകും. നാം ഇന്ന് കാണുന്നത് പോലെ ആകയില്ല, നാം ഇന്നിരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. നാളെ ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കും, അവൻ നമ്മെ മാനിക്കും. വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവം നമ്മെ ഏൽപ്പിക്കും, അത് ചെയ്യാൻ തക്കവണ്ണം ദൈവം നമ്മെ സജ്ജമാക്കും. നമ്മുടെ ഒരു വലിയ ആഗ്രഹം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.